പോയിട്ടില്ല. ഹർത്താലിനോ ബന്ദിനോ ദേശീയ പണിമുടക്കിനോ നമ്മള് അങ്ങനെ ഇറങ്ങി നടന്നിട്ടൊന്നുമില്ല. അപ്പൊ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്തു നമുക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കാം, കടകളൊക്കെ തുറന്നിട്ടുണ്ടോ, വിജനമായ തൊടുപുഴ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനൊരു മോഹം. അങ്ങനെ നമ്മൾ ചുമ്മാ ഒരു രസത്തിന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പം ഇതേടാ കാണാൻ എന്ത് രസാന്നൊക്കെ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ നമ്മളെ ഇന്നാണെങ്കിൽ റോഡിലധികം വണ്ടികളൊന്നുമില്ല, റോഡൊക്കെ വിജനമായിട്ട് കിടക്കുകയാണ്. പക്ഷെ ആൻസ് കുട്ടന് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻസിന് സ്കൂളിലെ ക്ലാസ്സിലൊക്കെ പിള്ളേര് കുറവായിരുന്നു. എന്നാലും ഒരു പണ്ടൊക്കെ ഹർത്താലൊക്കെ വരുമ്പം അല്ലെങ്കിൽ ബന്ധമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് വരാൻ വേണ്ടി ഞാനൊക്കെ പ്രാർത്ഥിച്ചിരിക്കുക. അന്ന് സ്കൂളിൽ പോകണ്ടല്ലോ, വീട്ടിൽ ഇരിക്കാലോ. പക്ഷേ ഇവന്റെ പേർക്ക് ഒരു 8:30 ആയപ്പോൾ എഴുന്നേറ്റ് വന്നേക്കുക. അത് എന്നെ സ്കൂളിലൊന്ന് കൊണ്ടുവിടാവോ എന്നും ചോദിച്ചോണ്ട് പിന്നെ എന്നെ ഡ്രസ്സൊക്കെ മാറ്റി വേഗം തന്നെ സ്കൂളിൽ കൊണ്ടാക്കി അവിടെ പോയി കുത്തി പിടിച്ചിരുന്നു. ഏതെങ്കിലും പിള്ളേർ ഇങ്ങനെയുള്ള പിള്ളേരുണ്ടോ, വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികള്? എന്നിട്ട് പിന്നെ 2:45 ഒരു പീരീഡ് നേരത്തെ തന്നെ വിട്ടു. 2:45 പോയി വിളിച്ചോണ്ട് വരാൻ വേണ്ടി ആ സ്കൂളിൽ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ കാത്ത് കെട്ടി കിടന്നെങ്കിലും ആൻസിനെ കണ്ടില്ല. എല്ലാ പിള്ളേരും ഇറങ്ങിപ്പോയി. അവസാനം അവിടെ നിന്ന് പിള്ളേരൊന്നും വരുന്നില്ല. നോക്കിയപ്പോ ഇവനൊരു മരത്തിന്റെ കീഴെ പോയി ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഒരു ബെഞ്ചെ കയറി ഇരിക്കുക. പിന്നെ അവനെ പൊക്കി എടുത്തോണ്ട് വന്നു. അപ്പോൾ ദേശീയ പണിമുടക്കില് നമ്മൾ വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ആൻസിനെ കൊണ്ടുവിടാനും കൊണ്ടുപോരാനൊക്കെ ചെന്നപ്പം നമ്മളെ കരിമണ്ണൂരാണെങ്കിൽ കടകളൊന്നുമില്ല, എല്ലാം അടഞ്ഞു കിടക്കുക. ഒരു കട പോലും തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ അവന്റെ സ്കൂളിന്റെ ഭാഗത്തൊരു പച്ചക്കറി കട ഓപ്പൺ ആയിട്ടിരിക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കുറച്ചൊക്കെ കടകളൊക്കെ തുറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും പുറത്തൊന്നും പോയിട്ടില്ല. ഹർത്താലിനോ ബന്ദിനോ ദേശീയ പണിമുടക്കിനോ നമ്മള് അങ്ങനെ ഇറങ്ങി നടന്നിട്ടൊന്നുമില്ല. അപ്പൊ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്തു നമുക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കാം, കടകളൊക്കെ തുറന്നിട്ടുണ്ടോ, വിജനമായ തൊടുപുഴ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനൊരു മോഹം. അങ്ങനെ നമ്മൾ ചുമ്മാ ഒരു രസത്തിന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒരുമിച്ച് കാണാം വിജനമായ തൊടുപുഴ എങ്ങനെ ഇരിക്കുമെന്ന്. വഴിയിലാണെങ്കിൽ അതും ബസ്സൊന്നും ഇല്ലാത്ത ഒരു ദിവസം അല്ലേ ആൻസേ? ബസ്സൊന്നും ഇല്ല. നീ കണ്ടായിരുന്നോ? നീ എന്തോടാ കമ്മക്കി ഇരിക്കേണ്ടത് ഇങ്ങനെ? നീ എന്നാന്ന് വർത്താനൊന്നും പറയാത്ത? ഞാൻ മാത്രം ഉണ്ട് ഇവിടെ ആയിട്ടലക്കാൻ. വാട്ട് ഹാപ്പൻ ടു യു മാൻ? നീ ഇങ്ങോട്ട് വാ, ഇതൊന്ന് പറ. വിജനമായ തൊടുപുഴ എങ്ങനെ ഇരിക്കും? കടയില്ലാതെ എവിടെ നടാ ഷേക്ക് കുടിക്കണേ? എടാ വിജനം എന്ന് വെച്ചാൽ എന്താന്ന് നിനക്കറിയാവോ? ജനങ്ങളൊന്നും ഇല്ലാതെ. അപ്പം ബസ്സൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ്. ഇതുവരെ ഒരു ബസ് പോലും കണ്ടില്ല കേട്ടോ. ബസ്സില്ല, ഓട്ടോറിക്ഷ ഇല്ല. സാധാരണ ഓട്ടോറിക്ഷയൊക്കെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത, പക്ഷെ കാറൊക്കെ വരുന്നുണ്ട്, 2 വീലേഴ്സ് ഒത്തിരി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ നോക്കാം. അപ്പൊ തന്നെ പോലും പോകുമ്പോ കണ്ടോ 2 വീലേഴ്സ് ഒക്കെ പോകുന്നുണ്ട്, കാറ് വരുന്നുണ്ട്. കാറും 2 വീലറും മാത്രമേ ഉള്ളൂ. കാറും 2 വീലറും മാത്രമുള്ള ഒരു തൊടുപുഴയെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ബസ്സില്ല, ഓട്ടോറിക്ഷ ഇല്ല, മറ്റു വലിയ വലിയ വണ്ടികളൊന്നുമില്ല. ഓൺലി കാർ ആൻഡ് 2 വീലേഴ്സ്. കാറും ബൈക്കും സ്കൂട്ടറും. ഇവിടെ നോക്ക്, ഇതാ കാത്തിരുന്നൊരു വാൽമാക്രി ഉണ്ട്. അത് പിന്നെ നിർത്തിയിട്ടിരിക്കുന്നതിനകത്ത് ആൾക്കാരൊന്നുമില്ല. നമുക്ക് നോക്കാം. ഓട്ടോറിക്ഷയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുവാ. ഇതൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് കേട്ടോ, നമ്മുടെ ഞറുക്കുറ്റിയിലുള്ള. അവിടെ ഒന്നുമില്ല. വൈകുന്നേരം ആണെങ്കിൽ സൂര്യൻ അങ്ങ് പടിഞ്ഞാറ് പോയി അസ്തമിക്കാനുള്ള തിരക്കിലാണ്. ഇപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് കേട്ടോ. തെക്ക് പടിഞ്ഞാറ് ദിക്ക്. ഇപ്പൊ നമ്മള് ശരിക്കും തെക്ക് പടിഞ്ഞാറാ. തെക്ക്
പടിഞ്ഞാറ് ദിക്കിലാണ് കന്നിമൂല എന്ന് എപ്പോഴും ഒരു വീടിന്റെ തെക്കേ ഒരു ഓട്ടോ. അത് നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടനാണല്ലോടാ. നമ്മുടെ വീഡിയോയിൽ ഓട്ടോറിക്ഷ ചേട്ടനെ കിട്ടി. ആ ഓട്ടോയിൽ കയറിയിട്ട് എത്ര നാളായി. ഈ സ്ഥലത്തിന്റെ പേരാണ് സുഹൃത്തുക്കളെ കുന്നം. കുന്നം അടുക്കാറായിട്ടുണ്ട്. ഇത് ഞാറുകുറ്റിയാണോ കുന്നാണോ ചേട്ടാ? കുന്നം. കുന്നത്തിനും ഞാറുകുറ്റിക്ക് ഇടയ്ക്കുള്ള സ്ഥലം, അങ്ങനെയും പറയാം. നീനെണ്ണം മിണ്ടാത്ത ഒരു ഓട്ടോ മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ. കാറും ബൈക്കും മാത്രമല്ല, ഒരു ഓട്ടോറിക്ഷ കൂടി പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതെ, ഇവിടെ കടയൊക്കെ തുറന്നിട്ടുണ്ടാ. ആ പിക്കപ്പ് ഓട്ടോ. അപ്പൊ നമ്മുടെ അങ്ങോട്ട് മാത്രമാണോ ചേട്ടാ ഓട്ടോറിക്ഷ ഒന്നും ഇല്ലാത്ത? ഇങ്ങോട്ടൊക്കെ ഉണ്ട് കാര്യം. ആ വല. പക്ഷെ ഇങ്ങോട്ടൊക്കെ കടകളുണ്ട്. ഇതാ ഈ ഫ്രൂട്ട്സ് ഒന്നും തുറന്നില്ലെങ്കിലേ ചീഞ്ഞു പോകത്തില്ലേ? പഴങ്ങളല്ലേ ചേട്ടാ. ഈ പഴങ്ങളൊക്കെ അന്ന് തീർന്നില്ലെങ്കിൽ അത് കേടാവില്ലേ? കാരണം അവര് ഫ്രിഡ്ജിലൊന്നും അല്ല വെച്ചേക്കുന്നേ. നമ്മൾ ആ സാധനം കൊണ്ടുവന്ന് ചുമ്മാ വെച്ചാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുമല്ലോ. ബ്രദേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ആ അത് കൊള്ളാലോ. ഇവിടെ എല്ലാ കടയുണ്ട്. അയ്യോ, അതെന്തൊരു പരിപാടിയായി പോയി. വിജനമായ തൊടുപുഴയാണ് ഇറങ്ങിയപ്പോ ഓട്ടോ സ്റ്റാൻഡ് നിറച്ച ഓട്ടോറിക്ഷ. വിജനതയിൽ പോക്കുവീലാളും പാതി വഴി തേടും. വരിയൊക്കെ മാറ്റി കൊടുത്തു. ട്യൂൺ മാറിയിട്ടില്ലല്ലോ. എന്നാ നീ പാടിക്കേ. ആ ഗുഡ് ബോയ്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയാൻ ഉള്ള ചങ്കൂറ്റം കാണിക്കണുണ്ടോ? ചങ്കൂറ്റം. എനിക്ക് ചങ്കൂറ്റം ഉണ്ടടാ. ഇവളിനെ എങ്ങനെ നോക്കണമെന്ന് അങ്ങനെയില്ല. ഇവനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. എനിക്ക് ചങ്കൂറ്റം ഉണ്ടടാ, ചങ്കൂറ്റം. ഇത്രയും ഡയലോഗ് പറഞ്ഞിട്ട് അവൻ ഇരിക്കണ നോക്കിക്കേ. ഫസ്റ്റ് ഞാൻ ആര് ഇവനിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. ചങ്കൂറ്റം ഉണ്ടടാ എനിക്ക്, ചങ്കൂറ്റം. ഒരു പ്രദേശത്തെ തുറന്നുള്ളൂ. അപ്പൊ നമ്മള് കുന്നത്തുനിന്ന് എത്തി. നമ്മളിതാ മുതലക്കോടത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. മുതലക്കോടം ഗേൾസ് ഹൈസ്കൂളിന്റെ അടുത്തെത്തി നമ്മള്. പക്ഷെ റോഡ് പൊതുവേ അതിന് മാത്രം ആളുകളും കടയൊക്കെ തുറന്നിട്ടുണ്ടെങ്കിലും തുറന്നിട്ടുണ്ട്. പക്ഷെ അതിന് മാത്രം ആൾക്കാരില്ലല്ലോ. വിജനതയിൽ പോക്കുവയിലാളും ചുരിമണലിൽ. അതെ, അതിന്റെ അടുത്തൊരു കട, ഐസ്ക്രീമൊക്കെ എലൈറ്റിന്റെ അടുത്തല്ലേ. അത് അത്ര നാൾ അടച്ചിട്ടേക്ക് വരുന്നത്. പുതിയതായിട്ട് തുടങ്ങാൻ പോകാന്ന് തോന്നണം. മുതലക്കോടം പള്ളിയാണ് കേട്ടോ. മുതലക്കോടം പള്ളി. എന്നാണേലും ആളുകള് വഴിയിൽ പെട്ടുപോകത്തില്ല. ഓട്ടോറിക്ഷയൊക്കെയാണ് അല്ല ചേട്ടാ. എന്നാണ്ട് ഇതിന്റെ ലൈറ്റ് എന്ത് ചെയ്യുന്ന ഞാൻ നോക്കണം. അതല്ലടാ, ഈ സാധനം ഇല്ലടാ. ഇതാ, അത് കണ്ടില്ല. യൂണിയൻ അല്ലേ? അപ്പൊ പെട്രോൾ പമ്പ് ഓഫാ. എന്നാ അവരിതില് പങ്കെടുക്കുന്നില്ലായിരിക്കും. കോഴിയൊന്നും ഇല്ലല്ലോടാ. പിന്നെ ആ ചടനത്തിനോട് കുത്തിയിരിക്കണ കോഴി എടുത്തോണ്ട് വരാനുള്ള തന്നെ. പച്ചമീനൊക്കെ ഉണ്ട് കേട്ടോ. ഈ കടയിലാട്ടോ, കൊമ്പനാപ്പറമ്പില് ഗുലാന്റെ മീൻകട.
ഫ്രൂട്ട്സ് കട, പച്ചക്കറി കട, മുട്ടക്കട, അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട്. പട്ടിത്തീറ്റക്കട തുറന്നിട്ടുണ്ടാവോ ചേട്ടാ? നോക്കണം. പക്ഷേ തിരക്കില്ലാത്തൊരു തൊടുപുഴയാ അല്ലേ? തിരക്കൊന്നുമില്ല. മിക്ക കടകളും തന്നെ അടച്ചിട്ടുണ്ട്. ആ തൊഴിലാളികളുള്ള കട തുറക്കാൻ പറ്റില്ല. ടോപ്പ് കടയൊക്കെ ആ ശരിയാ. സെയിൽസ് ഗേൾസ് ഒക്കെ വരാനായിട്ട് പറ്റത്തില്ല അല്ലേ? കൂടുതലും തുറന്നിരിക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആണ്. സ്വന്തം കടകൾ മാത്രമേ തുറക്കുള്ളൂ. മെഡിക്കൽ സ്റ്റോർ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്. കാരണം പച്ചക്കറിയും പഴം ചീഞ്ഞു പോയില്ല ഒരു ദിവസം അടഞ്ഞു കിടന്നാലേ. വേറെ എന്തും ഇപ്പൊ പലചരക്കാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. ഒരു ദിവസം അടഞ്ഞു. പല്ലാശുപത്രി പോലും ഇല്ല. പട്ടിക്കട തുറന്നിട്ടുണ്ട്. ഇതാ അവിടെയൊക്കെ ക്രോക്കറി ഒക്കെ അടഞ്ഞു കിടക്കുക. ബാങ്ക് പോലും ഇല്ല. പച്ചക്കറി കട തുറന്നിട്ടുണ്ട് കേട്ടോ. ഈ വഴിയാണ് നമ്മളെ തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ അതിലെയുള്ള വഴി. ഈ വഴിക്ക് വേറെ വല്ല പേരുമുണ്ട്. ഇത് ബൈപ്പാസ് റോഡാണ്. കാഞ്ഞിരമറ്റം ബൈപ്പാസ് അല്ലേ? തൊടുപുഴ ന്യൂമാൻ കോളേജ് തൊടുപുഴക്കാരുടെ ഈ വഴി വന്നപ്പോ ഈ ബൈപ്പാസ് വന്നപ്പോ ന്യൂമാൻ കോളേജിന്റെ ഗേറ്റ് ഇവിടുന്ന് ആക്കിയത്. അതിന് മുമ്പ് അപ്പുറമായിരുന്നു. എനിക്ക് ന്യൂമാൻ കോളേജ് തൊട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ആ കാർഷിക മേള നടന്നപ്പോൾ കാണാൻ കയറിയിട്ടുണ്ടെന്നല്ലാതെ ന്യൂമാൻ കോളേജിൽ ഒരു കാര്യത്തിന് പോകേണ്ട വന്നിട്ടില്ല. അപ്പതാ നമ്മളിതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അൽഫോൻസ കണ്ണാശുപത്രി, അൽഫോൻസ ഐ ഹോസ്പിറ്റൽ, ഓപ്റ്റിക്കൽസ്. സൂര്യനാണെങ്കിൽ താഴാനായിട്ട് വെമ്പലും കൊണ്ട് നിൽക്കുക. പകല് മൊത്തം പണിയെടുത്തും മടുത്തു. ഇനി സൂര്യന് കുറച്ച് റെസ്റ്റ് ഇൻ പീസ് എടുക്കണം. നമുക്ക് സ്റ്റാൻഡ് പാടത്തിൽ ടൗൺ സെന്റർ. ഇന്ത്യൻ ബേക്കറി ഒക്കെ അടഞ്ഞു കിടക്കുവാടാ. ഫസ്റ്റ് ഗോണ്ട കർത്താലിന്റെ തൊടുപുഴ കാണാൻ വന്നവനാ വെട്ടിയിട്ട വാഴ പോലെ ദൂ കിടക്കുന്നു. ആൻസേ ഷേക്ക് കുടിക്കാൻ വാ, എണീക്ക. കിടന്നാ നിനക്ക് KSRTC സ്റ്റാൻഡ്. കിടന്നാ ഷേക്ക് കിട്ടില്ല കേട്ടാ. ഒരു നാരങ്ങ വെള്ളം പോലും കിട്ടൂല. കർത്താലുള്ള തൊടുപുഴ കാണാൻ വന്ന ഒരു ചെറുക്കൻ ഞാൻ നോക്കിയപ്പോ കിടന്ന് സുഖമായി ഉറങ്ങുന്നു. ഷേക്ക് കട കാണിച്ചാന്ന് അപ്പ ചവിട്ടുക. ഇവിടെ ഒന്നും ഇല്ലാക്ക. നല്ല രസമുണ്ട് അങ്ങ് അറ്റത്ത് സൂര്യനെ കാണാനായിട്ട്. സൂപ്പറാ. ഓ ആൻസിന്റെ സ്വന്തമായിട്ട് ബേക്കറി ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെയാ? ഓ ഏത്? ഞാൻ കണ്ടുപോലുമില്ല. ആരെങ്കിലും കണ്ടെങ്കിൽ കൈവക്കിയാലേ. പൂക്കടയുണ്ട്. ഇപ്പൊ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുകളിലേക്കുള്ള വഴിയാ ആണട്ടാ. ഇതായത് ഈ മഹാറാണി പാർക്കിങ്ങിനകത്തൊരു ഈച്ച പോലും ഇല്ല, പണ്ടും ഇല്ല. എല്ലാവരും അതിലേക്ക് വണ്ടി കൊണ്ടിടും. പിന്നെ എന്തിനാലേ? ഓ തൊടുപുഴ KSRTC പ്രൈവറ്റ് സ്റ്റാൻഡാണത്. അതെനിക്കറിയില്ലടാ. പകലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. തൊടുപുഴ ഇല്ല,
തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡാണ് കാണുന്ന കേട്ടോ. ഇതാണ് നമ്മുടെ മഹാറാണി വെഡിങ് കളക്ഷൻ. ഓരോ മണവാട്ടിയും മഹാറാണിയെ പോലെ അണിഞ്ഞൊരുങ്ങണം. മഹാറാണിയൊക്കെ അടഞ്ഞടക്കാണ്. ഇതാ പ്രൈവറ്റ് സ്റ്റാൻഡ്, പോലീസുകാരുണ്ട് അതിനകത്ത്. ഞാൻ അങ്ങോട്ട് പോവാ. ഒരു കട പോലും ഇല്ലടാ. സിറ്റി ബേക്കറി ഇല്ല, അയോണ ഇല്ല, കളരിക്കൽ ഡ്യൂട്ടി പെയ്ഡ്, ക്രോക്കറി, അയോണ ആൻഡ് ഫാൻസി, ഗിഫ്റ്റ്, ടോയ്സ്, കോസ്മെറ്റിക്സ്. ഇവിടെയൊന്നും ഒരു കട പോലും ഇല്ല കേട്ടാ. ഇന്ത്യൻ ബേക്കറി ഒക്കെ ഇതോ അടഞ്ഞു കിടക്കുന്നു. ഓ, അപ്പൊ പട്ടയംകവലയിലൊക്കെ കടയുള്ളൂല്ലേ ചേട്ടാ? സീമാസ്, സ്മാർട്ട് ബസാറുണ്ട്. അങ്ങനെ സ്മാർട്ട് ബസാർ തുറന്നിട്ടുണ്ട്. അപ്പൊ ക്രിസ്റ്റൽ തുറന്നിട്ടുണ്ടാവില്ലേ? ഇല്ല. മഹാറാണി തുറന്നിട്ടുണ്ടാവില്ല. മഹാറാണി കട തുറന്നിട്ടില്ലല്ലോ. അപ്പൊ മഹാറാണിയും തുറക്കില്ലായിരിക്കും അല്ലേ ചേട്ടാ? ഇവിടെ ഒന്നും കട തുറന്നിട്ടില്ല കേട്ടോ. ഒറ്റ കട പോലും ഇല്ല. പക്ഷെ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്. മൊബൈൽ കടയാണത്. ഒരു കുഞ്ഞു തുണിക്കട പോലത്തെ എന്തോ സംഭവം. ഇതോ ഇവിടെ തട്ടുകടയൊക്കെ തുറന്നു വെച്ചേക്കുന്നു. ആൾക്കാർക്കൊക്കെ ഫുഡ് കഴിക്കാം. ഒരു പെണ്ണും ചെറുക്കനും അവിടെ പോയി കടയുടെ അറിയത്തിരുന്ന് കഴിക്കുന്നുണ്ട്. തൊടുപുഴ പാലം, തൊടുപുഴ പുഴ, ഇത് പാർക്ക്. പാർക്ക് അടച്ചേക്കോ. ഇതാണ് മിനി സിവിൽ സ്റ്റേഷൻ തൊടുപുഴ. ലോഡ്സ് ബേക്കറി അടച്ചേക്കോ. തൊടുപുഴ നേരെ അമ്പലത്തിന്റെ അതില്. ഇതാ തൊടുപുഴ അമ്പലം എല്ലാരും കണ്ടോട്ടെ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിള്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഇവിടെ ഇട്ടത് മഹാറാണി. മഹാറാണി അടച്ചിട്ടേക്കോ. മഹാറാണി ജിമാർട്ട്, പട്ടരുമാട് അടച്ചിട്ടേക്കുക. ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാൻസ് അടച്ചിട്ടേക്കുക. ഒക്കെ അടച്ചിട്ടേക്കുക. അങ്ങനെ പോവാ. തിരിച്ചു വരുമ്പോ വാങ്ങാലോ. കടകളെല്ലാം അടഞ്ഞു കിടക്കുവാണ്ട്. നമ്മൾ ഇവിടെ ഓക്സിജനിൽ നിന്നാണ് ഈ ഫോൺ വാങ്ങിച്ചത്. അജ്മിയുടെ അവിടെ വരെ. അജ്മി എന്നാത്ത അതിന്റെ പേരെന്നാ? നമ്മളാ എണ്ണ വാങ്ങണ കടയുടെ പേരെന്നാന്നേ? അജ്മൽ ബിസ്മി. ഞാൻ അജ്മിന്ന് പറഞ്ഞ. സിൽക്കട്ട് പച്ചക്കറി കടകളല്ലാണ്ട് ഫ്രൂട്ട്സ്, പച്ചക്കറി, വേറെ ഒന്നുമില്ല. ഉറങ്ങിക്കിടന്ന ആൻസിനെ നമ്മൾ കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. ഷേക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൻസ് ഏത് ഉറക്കത്തിൽ നിന്നും ആൻസ് ചാടി എഴുന്നേക്കുന്നതായിരിക്കും. ഇതല്ലേ അടഞ്ഞടക്കുന്ന കടകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു തൊടുപുഴ. അജ്മൽ ബിസ്മി ഉണ്ടോടാ? അജ്മൽ ബിസ്മിയില് വെളിച്ചെണ്ണ വാങ്ങണ്ടേ? ഉണ്ടോ അത്? എങ്ങോട്ടാ ചേട്ടൻ പോണേ? ഞാനടുത്ത് തട്ടുകടന്നാ വാങ്ങാ. എന്നാ നമുക്കൊരു ഷേക്ക് കുടിച്ചിട്ട് പോവാം. ഒന്നും കഴിക്കണ്ട, ഷേക്ക് കുടിക്കാം. പറ്റുമോ? എന്റെ വയറ് ഫുള്ളാ കഴിക്കാൻ. അങ്ങോട്ട് കയറ്റി. ഞങ്ങൾ പോയിട്ട് ഷേക്ക് കുടിച്ചിട്ട് വരാം. ഏതായാലും വന്നതല്ലേ, നമുക്ക് എല്ലാവർക്കും പോയി ഷേക്ക് കുടിക്കാം. കണ്ടോട്ടോ, ചേട്ടൻ ചുമ്മാ ഇരിക്കൂല. ചേട്ടൻ അപ്പൊ തന്നെ മൊബൈൽ എടുത്ത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. നമ്മളെ കൂടെ വർത്താനം ഒന്നും പറയാൻ കൂടൂല. ഭയങ്കര ജാടയാ.
എപ്പോഴും അതെ, ഒരു താക്കോലും കയ്യിൽ കാണും, എന്നിട്ട് ഇങ്ങനെ മൊബൈല് തോണ്ടി തോണ്ടിയിരിക്കും. ഒരു ദിവസം ആ ഫോണിനെടുത്ത് തല്ലി പൊട്ടിക്കും. ഞങ്ങൾ രണ്ടുപേരും കട്ട പോസ്റ്റ് അടിച്ചിരിക്കുവാണ് കേട്ടോ. അവിടെ ഈ അൽസാഫി എന്ന് പറയുന്ന റെസ്റ്റോറന്റിലാണ് നമ്മൾ ഷേക്ക് കുടിക്കാൻ വന്നത്. അവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് കണ്ട നല്ല രസമില്ലേ കാണാനായിട്ട്. ഫാൻ വരണം, ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ടൈകളൊക്കെ ദാ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വെള്ളം ഇറക്കിക്കൊണ്ട് ഒരു ചെറുക്കനെ ഇരിക്കുന്നുണ്ട്. ടൈകള് അത് ഞാൻ അതൊക്കെ നോക്കിയപ്പോ ഷേക്ക് വരാൻ ഇച്ചിരി താമസമാണ് കേട്ടോ. നോർമലി പെട്ടെന്നൊന്നും വരത്തില്ല. വരുന്നുണ്ട്. ഓടെ ഞാൻ കണ്ട്. നമുക്ക് ഷേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഷാർജ ഷേക്ക്. പുറമേക്കൊക്കെ ചോക്ലേറ്റ് ചാടും എന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചേട്ടൻ മൊബൈലിൽ നിന്ന് ഇതുവരെ തല എടുത്തിട്ടില്ല. വേണമെങ്കിൽ ഈ ഷേക്ക് ഒന്ന് നോക്കി ടേസ്റ്റ് ചെയ്തോ. ഓ, ചേട്ടനുള്ള ജ്യൂസ് വന്നില്ലല്ലോ. എന്നാടാ ഏ പതയാ. പക്ഷെ ഇതിനാണ് സ്പൂൺ ഇടാത്ത. തന്നെ വലിയ പൊടി കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. കാണിച്ചേ. ഐസ്ക്രീം പോലെ എല്ലാം കൂടി നിന്റെനെ പോലെ നിനക്കും ഉണ്ടോ? എനിക്ക് ഇവിടെ മതിയുണ്ട്. എന്റെ ചേക്കും കൊണ്ടുപോയി ചേട്ടാ, എന്റെ ചേക്കും കൊണ്ടുപോയി. അതവന് വിഷമായി കേട്ടോ, അതവന് വിഷമായേ. നാരങ്ങ എന്താ തീർത്തു നീ പോടാ അല്ലേ, നീ ചോദിച്ചു കൊടുത്തതല്ലേ. പല്ലളവാന്ന് കയ്യില് പറ്റി. അതുപോലെ ചൂടായിരുന്നു. ആ കോഴിപ്പടകളെല്ലാം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു. അപ്പ ആ പെടകളെ കൊണ്ടുപോയി ഒരു തോട്ടി കൊണ്ടുവിട്ട് ആ പെടകളെല്ലാം നീന്തി തുടിച്ച. ഞാനിങ്ങനെ ജ്യൂസ് കുടിക്കുമ്പോ എന്റെ ലിപ്സ്റ്റിക്ക് മൊത്തം എന്താ ഈ സ്ട്രോയിലാകും കേട്ടോ. തലക്കിട്ടടിച്ച് തണുപ്പ് നേരെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്. നിനക്ക് അങ്ങനെ വരാറുണ്ടോടാ? അപ്പൊ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. അതൊക്കെ കുടിച്ചാ മതി. കഴിഞ്ഞ ദിവസം കേക്ക് കുടിച്ചപ്പോഴല്ലേ പെട്ടെന്ന് വലിച്ചെടുത്തു. ഇപ്പൊ ഞങ്ങള് ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മളിപ്പോ അജ്മൽ ബിസ്മിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇരിക്കുന്ന കാണിച്ചു തരാം. കെയിലൊക്കെ ഇരിക്കുന്ന കണ്ടോ, ഇതാണ് കെയില്. നല്ല കെയില് വേടാ, കാണാൻ എന്ത് രസാന്നൊക്കെ. മുന്തിരിങ്ങയൊക്കെ ഫ്രഷ് പാക്ക് ചെയ്ത് നോക്കിയ മുന്തിരിങ്ങയൊക്കെ പാക്ക് ചെയ്ത് വെച്ചാ നോക്കിയേ, ഫ്രഷാ, നല്ല സാധന, നല്ല ചീഞ്ഞതൊന്നുമല്ല, നല്ല ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കോ. നല്ല രസമുണ്ടല്ലോടാ കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാ പറയാമോ, ക്യാപ്സിക്കം. നല്ല രസമില്ല ചേട്ടാ ഈ മഞ്ഞയും ചുവപ്പ് ക്യാപ്സിക്കം ഇരിക്കണാണ്. വാങ്ങിട്ട് നമുക്ക് അതുകൊണ്ട് വലിയ ഉപയോഗം ഇല്ലാത്തോണ്ടാ, അല്ല ഇപ്പൊ ഞാൻ എടുത്തേനെ. ബ്ലൂബെറി കണ്ട
എന്നാ 229 രൂപയാ. എടാ ഒരു കുട്ടി ക്യാബേജ് നോക്കിയേ. ക്യാബേജ് തന്നെ പലതരത്തിലുണ്ട്, കണ്ടോ? നോക്കിയേ, അത് കെയില. യൂറിക് ആസിഡ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മളിതാ ഇവിടെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ചാച്ചനെ കാണാനായിട്ട് തറവാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് നെയ്ശ്ശേരിപ്പള്ളിയുടെ പുതിയ കപ്പേളയുടെ കുരിശുപള്ളിയിൽ രൂപം വയ്ക്കുന്ന ഒരു ചടങ്ങ് കണ്ടത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ രൂപം വയ്ക്കുന്നതൊക്കെ നമ്മൾ അങ്ങനെ കാണാറില്ല. പുതിയ കപ്പേളയൊക്കെ പണിയുമ്പോഴോ അല്ലെങ്കിൽ പഴയ കപ്പേള പൊളിച്ച് പണിയുമ്പോഴൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ചേട്ടനെ പഠിപ്പിച്ച സാറിൻ്റെ വീടാണ് കേട്ടോ, ലൂക്കാ സാറ്. സാർ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു. എന്തിയാ സാറ്? ആ സാറെന്തിയാ? വീട്ടിലേക്കാ? പക്ഷെ നല്ല രസമുണ്ട്, കപ്പേള ഭംഗിയായി കേട്ടോ. അപ്പം ഇതാ കപ്പേളയുടെ ഇവിടെ ഈശോയുടെ രൂപം സ്ഥാപിക്കുന്ന സമയത്താണ് നമ്മളിവിടെ വന്നത്. സെന്റ് ആന്റണി അന്തോണീസ് പുണ്യാളന്റെ നാമത്തിലല്ലേ? ആ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. അതിൻ്റെ ബൾബ് അലങ്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിന് കൊടി കയറിയില്ല ചേട്ടാ? അടിപൊളി അടിപൊളി അടിപൊളി. പണ്ടത്തെ തോരണാണിത്. കരിമണ്ണൂര് പള്ളി അല്ല കേട്ടോ, ചേട്ടന്റെ ഇടവപ്പള്ളി നെയ്ശ്ശേരിപ്പള്ളി. ചേട്ടന്റെ ഇടവകപ്പള്ളി ആയിരുന്ന പള്ളി, ഇപ്പൊ തറവാട്ടിലെ ഇടവകപ്പള്ളി, ഉറുമ്പിക്കാരുടെ സ്വന്തം പള്ളി. അപ്പൊ നമ്മുടെ ചാച്ചൻ പണി കഴിപ്പിച്ച പള്ളി അല്ലേ? ഇപ്പൊ ഈ പള്ളി ചാച്ചൻ പണി കഴിപ്പിച്ച പള്ളി. ചേട്ടൻ പോയിട്ടില്ല. സമയം ഉണ്ടെങ്കിൽ കയറിട്ടോ. ആർക്കൊരു അവർ രണ്ടുപേരും കറന്നിട്ട് തന്നെയല്ലേ ഉള്ളു. വല്ലൊക്കെ വണ്ടി പറഞ്ഞിട്ട് പോവാം. ഇങ്ങോട്ട് വീടില്ലാത്ത എന്നാ പറയാ, ഈ ചേട്ടന്റെ ഈ തറവാട് കഴിഞ്ഞാ പിന്നെ ഈ സ്ഥലം മൊത്തം. അങ്ങനെ നമ്മൾ ചാച്ചനെ കാണാനായിട്ട് തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ചാച്ചൻ്റെ അടുത്തിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷവും പുതുപുത്തൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ. അഭിപ്രായങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതാനൊന്നും മറക്കരുതേ. താങ്ക് യു ഓൾ. ലവ് യു.